ഹലോ എവ്രി വൺ, ഏവർക്കും സൈലം SSCRRBയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ലാഭവും നഷ്ടവും എന്നത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട്. ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് ഫോർമുലയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഡിസ്കൗണ്ട് CP MRP റിലേഷൻ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. സോ ആ ഒരു ഫോർമുല ഇതാണ്: കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ MRP ഈക്വൽ ടു 100 മൈനസ് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഓർ മൈനസ് P ഓർ L. P എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്, L എന്ന് പറഞ്ഞാൽ ലോസ്. അതായത് നിങ്ങൾക്ക് കോസ്റ്റ് പ്രൈസ് അറിയാം, വാങ്ങിയ വില അറിയാം. അപ്പോൾ വാങ്ങിയ വിലയെ MRP മാക്സിമം റീറ്റെയിൽ പ്രൈസ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 മൈനസ് D ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഓർ മൈനസ് P ഓർ L. ഇവിടെ D എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്കൗണ്ടിനെയാണ്, P പ്രോഫിറ്റിനെ സൂചിപ്പിക്കുന്നു, L ലോസിനെ സൂചിപ്പിക്കുന്നു. ഈ കച്ചവടത്തിൽ പ്രോഫിറ്റ് ആണെങ്കിൽ 100നോടുകൂടി ആ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മൾ ആഡ് ചെയ്യും, പ്ലസ് P ചെയ്യും. ഈ കച്ചവടത്തിൽ നഷ്ടമാണെങ്കിൽ 100ൽ നിന്ന് ആ നഷ്ട ശതമാനം കുറയ്ക്കും. ഇപ്പോൾ 20% പ്രോഫിറ്റ് എങ്കിൽ 100 പ്ലസ് 20 എന്ന് നമ്മൾ ചെയ്യും. ഇനി നഷ്ടമാണ് 20% എങ്കിൽ 100 മൈനസ് 20 എന്ന് നമ്മൾ ചെയ്യും. സോ ഈ ഒരു റിലേഷൻ അറിഞ്ഞിരുന്നാൽ ഒരുപാട് പ്രോബ്ലങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ റിലേഷൻ മറക്കണ്ട. CP ബൈ MRP ഈക്വൽ ടു 100 മൈനസ് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഓർ മൈനസ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇതാണ് നമ്മുടെ റിലേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഷോപ്പ് കീപ്പർ ഓഫേഴ്സ് 10% ഡിസ്കൗണ്ട് ഓൺ ദ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ഹിസ് ആർട്ടിക്കിൾസ് and still makes a profit of 20%. What is the actual cost of the article marked ₹500 for him? അതായത് ഒരു കടയുടമ തന്റെ സാധനങ്ങളുടെ അടയാളപ്പെടുത്തിയ വിലയിൽ നിന്ന് 10% കിഴിവ് വാഗ്ദാനം ചെയ്യുന്നു. 10% ഡിസ്കൗണ്ട് കടയുടമ വാഗ്ദാനം ചെയ്യുന്നു. എന്നിട്ടും അയാൾ എന്താ ചെയ്യുന്നു? 20% ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ 500 രൂപയായി അടയാളപ്പെടുത്തിയ സാധനത്തിന്റെ യഥാർത്ഥ വില എത്ര? അതായത് അയാൾ 500 രൂപ MRP ആയിട്ട് മാർക്ക് ചെയ്ത സാധനത്തിന്റെ യഥാർത്ഥ വില എത്ര എന്നാണ്. അതായത് യഥാർത്ഥ വില എന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ്, അയാൾ വാങ്ങിയ വില എത്ര എന്നുള്ളതാണ് ഈ ചോദ്യം. അപ്പം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ നമ്മൾ മുമ്പ് പറഞ്ഞ നമ്മുടെ റിലേഷൻ മാത്രം മതി. നമ്മുടെ റിലേഷൻ ഇതായിരുന്നു: കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ MRP ഈക്വൽ ടു 100 മൈനസ് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഓർ മൈനസ് പ്രോഫിറ്റ് ഓർ ലോസ്. ഈ ഇക്വേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് ഒന്ന് എടുത്തെഴുതാം. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ്, CP ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CP ബൈ MRP എന്ന് പറയുന്നത്, CP നമുക്കറിയില്ല, ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 500 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 10% ആണ്. അപ്പോൾ 100ൽ നിന്ന് 10 നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും. ഇവിടെ അയാൾക്ക് 20% ലാഭമാണ് ഉണ്ടാവുന്നത്. സോ 100നോടുകൂടി നമുക്ക് P ആഡ് ചെയ്യാം, അത് 20 ആണ്. സോ CP ബൈ 500 ഈക്വൽ ടു 100 മൈനസ് 10 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 20. 100 മൈനസ് 10 90 ആണ്, 100 പ്ലസ് 20 120 ആണ്. അങ്ങനെയാണെങ്കിൽ CP എന്ന് പറയുന്നത് 90യുടെ 0യും 120യുടെ 120യുടെ 0യും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. CP എന്ന് പറയുന്നത് 500 ഇൻറ്റു 9/12 ആയിരിക്കും. സോ CPയുടെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് CP? 3/4 എന്ന് ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. ഇത് 3 കൊണ്ട് കട്ട് ചെയ്താൽ ഇത് 3/4 ആണ്. സോ അഗെയിൻ 500 ഇൻറ്റു 3/4 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. സോ വി വിൽ ബി ഗെറ്റിംഗ് 375 ആസ് ദ റൈറ്റ് ആൻസർ. 375 എന്ന റൈറ്റ് ആൻസർ. ഓപ്ഷൻ A ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? സോ 500/4 125, then 125 into 3 we will be getting 375. സോ ഈ രീതിയിൽ നമുക്കിത് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ആൻ ആർട്ടിക്കിൾ വാസ് ₹900. ദ ട്രേഡർ വാണ്ട്സ് ടു ഗെയിൻ 25% ആഫ്റ്റർ ഗിവിംഗ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. ദ മാർക്ക്ഡ് പ്രൈസ് മസ്റ്റ് ബി. ഒരു ഉൽപ്പന്നം നിർമ്മിക്കാനുള്ള ചെലവ് 900 രൂപയാണ്.
10% കിഴിവ് നൽകിയതിനു ശേഷം 25% ലാഭം വേണമെന്ന് വ്യാപാരി ആഗ്രഹിക്കുന്നു എങ്കിൽ അടയാളപ്പെടുത്തിയ വില എത്രയാണ്? മുമ്പിലെ ചോദ്യത്തിൽ നമ്മളോട് കോസ്റ്റ് പ്രൈസ് ചോദിച്ചു, ഇവിടെ നമ്മളോട് MRP ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡിസ്കൗണ്ട് CP MRP റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഇക്വേഷൻ ഒന്നുകൂടെ നമുക്ക് ഇവിടെ എടുത്തെഴുതാം. കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ MRP എന്ന് പറയുന്നത് 100 മൈനസ് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഓർ മൈനസ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇക്വേഷനിലേക്ക് നമുക്ക് നമ്മുടെ വാല്യൂസ് അപ്ലൈ ചെയ്യാം. കോസ്റ്റ് പ്രൈസ് 900 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. MRP ആണ് നമുക്ക് അറിയില്ലാത്തത്. MRP നമുക്ക് കണ്ടുപിടിക്കണം. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് അടുത്ത് അറിയേണ്ടത്. 10% ആണ്. അപ്പോൾ 100ൽ നിന്ന് 10 കുറയ്ക്കുന്നു. ഇനി ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്? ലാഭമാണ് ഉണ്ടാവുന്നത്. അപ്പം ലാഭം 25%. ലാഭമാണെങ്കിൽ എപ്പോൾ ആഡ് ചെയ്യണം, നഷ്ടമായിരുന്നെങ്കിൽ കുറയ്ക്കുകയും ചെയ്യണമായിരുന്നു. സോ 100 മൈനസ് 10 നമുക്ക് 90 കിട്ടും. 100 പ്ലസ് 25 125 കിട്ടും. സോ നമ്മുടെ MRP എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനെ ഇങ്ങോട്ടേക്ക് നമ്മൾ ക്രോസ് ചെയ്യുവാണ്. സോ 900 ബൈ MRP ഈക്വൽ ടു 90 ബൈ 125 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് MRP എഴുതാം 900 ഇൻറ്റു 125 ബൈ 90 ആയിരിക്കും നമ്മുടെ ആൻസർ. സോ നമുക്ക് സീറോസ് കട്ട് ചെയ്യാം. ഇവിടെ 10 വരുന്നു. 125 ഇൻറ്റു 10 1250 എന്ന ആൻസർ ഉണ്ടെങ്കിൽ വേറൊന്നും നോക്കണ്ട, അതായിരിക്കും ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. 1250 ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടുന്ന റൈറ്റ് ആൻസർ. സോ ഈ ഒരു റിലേഷൻ അറിഞ്ഞിരുന്നാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് തന്നാൽ നേരെ ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ പ്രോഫിറ്റ് ആണെങ്കിൽ 100നോടുകൂടെ ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ അത് 100ൽ നിന്നും കുറയ്ക്കും. സോ CP ബൈ MRP ഈക്വൽ ടു 100 മൈനസ് D ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് ഓർ ലോസ് പ്ലസ് ഓർ മൈനസ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുറച്ച് ബാച്ചസ് കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. SSC CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ബാച്ചാണ് SSC CGL മാസ്റ്റർ ബാച്ച്. ഇത് ആക്ച്വലി ഒരു ക്രാഷ് കോഴ്സാണ്. ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബാച്ചാണ്. സോ 1999 ആണ് ഇതിൻ്റെ ഫീ വരുന്നത്. സോ ഈ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. സോ ആപ്പിലൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ബാച്ചിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് 200+ അവർ ലൈവ് ക്ലാസ്, 3 to 4 അവർ ഡെയിലി ക്ലാസ്, 6 to 7 ഡേയ്സ് വീക്ക്ലി ക്ലാസ് എന്നിവയൊക്കെയാണ്. സോ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്ന ഒരു ബാച്ചാണ്. ഇനി ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ക്ലാസ്സുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ക്രാഷ് അല്ലാത്തൊരു ബാച്ച് ആണെങ്കിൽ SSC CGL സെലക്ഷൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസും ഓപ്പൺ ആണ്. 5999 ആണ് ഇതിന്റെ കോഴ്സ് ഫീ വരുന്നത്. സോ ഇതും 400+ അവർ ലൈവ് ക്ലാസ്സുകൾ, 2 to 4 ക്ലാസ്സസ് ഡെയിലി, 5 to 6 ഡേയ്സ് വീക്ക്ലി ക്ലാസ്സസ് എന്നിങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ബാച്ചാണ്. ഇനി CHSLന് മാത്രമായിട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ബാച്ചാണ് SSC CHSL ലെജൻഡ്സ് ബാച്ച് എന്ന് പറയും. 400+ അവർ ലൈവ് ക്ലാസ്, 2 to 4 ക്ലാസ്സസ് ഡെയിലി, വീക്ക്ലി 5 to 6 ഡേയ്സ് ക്ലാസ്സസ്. ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. 2999 ആണ്, അതായത് +2 യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണല്ലോ. അപ്പം CHSL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ബാച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി 10ാം ക്ലാസ് യോഗ്യത മാത്രമേ ഉള്ളൂ. ഒരു കേന്ദ്ര സർക്കാർ ജോലി നിങ്ങളുടെ സ്വപ്നത്തിലുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണം. നിങ്ങൾക്ക് MTS എക്സാം എഴുതാനുള്ള അവസരമുണ്ട്. സോ അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ചാണ് MTS വിന്നേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. 2999 ആണ് ഈ ബാച്ചിന്റെ കോഴ്സ് ഫീ വരുന്നത്. സോ MTS വിന്നേഴ്സ് ബാച്ച് ഒരു 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന MTS എക്സാമിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ബാച്ചാണിത്. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടെ അറിയിക്കുന്നു. സൈലത്തിന്റെ ഓഫ്ലൈൻ ക്യാമ്പസുകൾ 8 ജില്ലകളിലേക്ക് വരുവാണ്. ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, ഈ 8 ജില്ലകളിലേക്ക് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകളായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനൊക്കെ നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഇതിൻ്റെ രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് എൻക്വയറിക്ക് വേണ്ടി വിളിക്കാവുന്നതാണ്. അതായത് നമ്മുടെ ബാച്ചുകളെ പറ്റിയുള്ള എൻക്വയറീസ് നിങ്ങൾക്ക് ഈ നമ്പറിൽ കിട്ടുന്നതായിരിക്കും. സോ ഇനി
ചിലർ റെയിൽവേ എക്സാമുകളായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സോ അവർക്ക് വേണ്ടി ALP ഗ്രേഡ് അപ്പ് ബാച്ച്, അതായത് ALP എക്സാം ഫോക്കസ് ചെയ്യുന്ന റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഇവിടെ ALP ഗ്രേഡ് അപ്പ് ബാച്ച് അവൈലബിൾ ആണ്. അപ്പം ഈ ബാച്ച് നന്നായി ഒന്ന് നിങ്ങൾ പ്രയോജനപ്പെടുത്താം. ആവശ്യമുള്ളവരിലേക്കൊക്കെ ഈ ബാച്ചിനെ പറ്റി നിങ്ങൾ എത്തിക്കുക. ഇനി RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 and 3 ആണ് നിങ്ങൾ നോക്കുന്ന എക്സാമെങ്കിൽ അതിനു വേണ്ടിയുള്ള ക്ലാസ്സുകളും ഇവിടെ ലഭ്യമാണ്. 450+ അവർ ലൈവ് ക്ലാസ്സുകൾ, 2 to 4 അവർ ഡെയിലി ക്ലാസ്, 5 to 6 days വീക്ക്ലി ക്ലാസ്, ഇതൊക്കെ പ്രത്യേകതയാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ അധ്യാപകർ എഴുതുന്ന നോട്ടുകൾ നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ ക്ലാസ്സിന് ശേഷം ലഭിക്കുന്നതാണ്. അതേപോലെ മോക്ക് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം അടങ്ങിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ മലയാളം ക്വാളിഫിക്കേഷൻ, മലയാളത്തിൽ ചോദ്യങ്ങളുള്ള എക്സാമിന് മലയാളത്തിലും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. സോ വളരെ മികച്ച അവസരങ്ങളാണ്. ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബിലേക്കുള്ള ചവിട്ടുപടികൾ തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വളരെ നന്നായി തന്നെ പഠിക്കുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.